മടിയന്മാർക്കും സമയമില്ലാത്തവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടിയതിൻ്റെയും നെയ്പ്പത്തിരിൻ്റെ റെസിപ്പി കണ്ടാലോ. ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് 1.5 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണേ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുരുമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ലേ, കാരണം ഇതിലേക്ക് ഇട്ടത് ഒരു സ്പെഷ്യൽ മല്ലിപ്പൊടിയാണ്. മല്ലി വറക്കുമ്പോൾ തന്നെ അമ്മ ഇതിലേക്ക് കുരുമുളക്, ജീരകം, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലപോലെ പഴുത്ത 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലകളെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിന് നല്ലപോലെ ഒന്ന് തിളച്ച് പകുതി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലപോലെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്ത് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ വരട്ടിയതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നെയ്പ്പത്തിരി കൂടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് നമ്മൾ പുഴുങ്ങലരിയാണ് എടുക്കുന്നത്. ഇത് നല്ല ചൂടുവെള്ളത്തിൽ 4-5 മണിക്കൂർ കുതിർത്തി വെച്ചെടുത്തതാണ്. ഇനി ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് 2 സ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇവിടെ നെയ്പ്പത്തിരിക്ക് പുഴുങ്ങലരി ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് അരയ്ക്കൽ. അപ്പോൾ ഗ്രൈൻഡറിൽ ഇടുന്നതിൻ്റെ മുന്നേ മിക്സീൻ്റെ ജാറിലിട്ട് അരി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ ഗ്രൈൻഡറിൽ നിന്ന് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി നമുക്കിത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് അരയാനേ പാടുള്ളൂ. തരി പോലെ ഉണ്ടാവണം. അപ്പോഴേ ഈ നെയ്പ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് തേങ്ങയോ ചെറിയുള്ളിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല, ചെറിയ ജീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ സാധാരണ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാവേ. ഇവിടെ ഇപ്പോൾ ചെറിയ ഉരുളകളാക്കിയിട്ട് കോട്ടൺ തുണിയിൽ വെച്ച് ആ തുണി കൊണ്ട് തന്നെ മൂടി ഒരു പാത്രം വെച്ച് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പത്തിരി പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് പരത്തി വെച്ച് പത്തിരി ഇട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചു ഇട്ട് 2 സൈഡും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ നെയ്പ്പത്തിരി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാതെ പെർഫെക്റ്റായിട്ട് പത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിരിയും ചിക്കൻ വരട്ടിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.